ചൈനീസ് കമ്പനി ചെലവ് കുറഞ്ഞ നിർമ്മിത ബുദ്ധി മോഡൽ ഡീപ്സിക് പുറത്തിറക്കിയതിന് പിന്നാലെ ഈ മേഖലയിൽ സുപ്രധാന ചുവടുവയ്പുമായി ഇന്ത്യയും 4 മുതൽ 8 മാസത്തിനകം സ്വന്തമായി നിർമ്മിത ബുദ്ധിയുടെ മോഡൽ വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. കൂടാതെ സ്റ്റാർട്ടപ്പുകൾക്കും ഗവേഷകർക്കും ഉൾപ്പെടെ ചെറിയ ചെലവിൽ 18,693 GPUകളും 2 ദിവസത്തിനകം ലഭ്യമാകും. കഴിഞ്ഞ 1.5 വർഷമായി ഈ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾ, ഗവേഷകർ തുടങ്ങിയവരുമായി പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നും ഇപ്പോൾ സ്വന്തം മോഡൽ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്നും കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. സർക്കാർ മുൻപ് പ്രഖ്യാപിച്ച 10,370 കോടിയുടെ ഇന്ത്യ AI മിഷന്റെ ഭാഗമായി ഫൗണ്ടേഷണൽ മോഡൽ വികസിപ്പിക്കാൻ 6 കമ്പനികളുമായി ധാരണയായി. നമ്മുടെ ഭാഷകളും സംസ്കാരവും പരിഗണിച്ചുകൊണ്ടും പക്ഷപാതമില്ലാതെയുള്ള മോഡലാണ് വികസിപ്പിക്കുക. ചെലവ് നിശ്ചയപ്പെടുത്തിയിട്ടില്ല. ഡീപ്സീക്ക് ഇന്ത്യൻ സെർവറുകളിലൂടെയും ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ത്യ AI മിഷന്റെ ഭാഗമായി 18 ആപ്ലിക്കേഷൻ ലെവൽ AI സൊല്യൂഷനുകളെയും സർക്കാർ ആദ്യഘട്ട ഫണ്ട് നൽകുന്നതിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. മികച്ച നിർമ്മിത ബുദ്ധി മോഡലുകൾ സൃഷ്ടിക്കാനുള്ള ആവശ്യമായ GPU യൂണിറ്റുകൾ നൽകാൻ 10 കമ്പനികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആകെ നൽകുന്ന 18,693 യൂണിറ്റുകളിൽ 9,216 എണ്ണവും ഹിരാനന്ദാനി ഗ്രൂപ്പിന്റെ ഓട്ട ഡേറ്റ സർവീസസ് എന്ന സ്ഥാപനമാണ് നൽകുക. ബാക്കിയുള്ളവ ജിയോ പ്ലാറ്റ്ഫോംസ്, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, E2E നെറ്റ്വർക്ക്സ്, CMS കമ്പ്യൂട്ടേഴ്സ്, ഓറിയൻ ടെക്നോളജീസ്, വെൻസിസ്കോ ടെക്നോളജീസ്, സിട്രസ് ഡാറ്റാ സെന്റേഴ്സ്, ലോക്കസ് എന്റർപ്രൈസ് സൊല്യൂഷൻസ്, നെക്സ്റ്റ് ജെൻ ഡാറ്റാ സെന്റർ എന്നീ കമ്പനികൾ നൽകും. അതീവ ശേഷിയുള്ള GPU ഉപയോഗത്തിന് മണിക്കൂറിൽ 150 രൂപയും അല്ലാത്തവർക്ക് 115.85 രൂപയുമാകും ഇന്ത്യയിൽ ചെലവ് വരിക. ഇതിനൊപ്പം 47% വരെ സർക്കാരിന്റെ സബ്സിഡി കൂടി വരുന്നതോടെ ആഗോളതലത്തിലുള്ളതിന്റെ പകുതി ചെലവേ ഇന്ത്യയിൽ ഉണ്ടാവും. ആഗോളതലത്തിൽ $2.5 മുതൽ $3 വരെയാണ് GPUവിന് ചെലവ്.